ഒരുമിച്ച് നടന്നു തീർത്ത വഴികളിൽ കൂടി തിരികെ നടന്നപ്പോൾ വല്ലാത്തൊരു ശൂന്യതയുടെ ചുഴിയിൽ വീണുപോയിരുന്നു കണ്ണൻ. അതുവരെയും ചുറ്റിപ്പറ്റി നിന്നിരുന്ന കാറ്റുപോലും നിലച്ചുപോയി. പൊടിഞ്ഞു തുടങ്ങിയ മഴത്തുള്ളികൾക്ക് കനം വെച്ചു. പൊഴിഞ്ഞു വീഴുമ്പോൾ കുളിരിന് പകരം നേർത്തൊരു വേദന നൽകുന്നുണ്ട്. കണ്ണൻ കുറച്ചുകൂടി വേഗത്തിൽ നടന്നു. അരമണിക്കൂർ കൊണ്ട് നടന്നു തീർത്ത വഴികൾ 5 മിനിറ്റ് കൊണ്ട് ഓടി തോൽപ്പിക്കാൻ വാശിയുള്ളതുപോലെ കണ്ണൻ്റെ കാലുകൾക്ക് വീണ്ടും വേഗതയേറി. എന്നിട്ടും ശ്രീനിലയത്തിലെത്തുമ്പോൾ അവനാകെ നനഞ്ഞു പോയിരുന്നു. ഉടുത്തിരുന്ന മുണ്ടിൻ്റെ തുമ്പുയർത്തി തല തുടച്ചുകൊണ്ടവൻ തിരിഞ്ഞപ്പോൾ മാത്രമാണ് ഉമ്മറത്ത് നിൽക്കുന്നവരെ കണ്ടത്. അത് തനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് കനപ്പിച്ചു പിടിച്ച ആ മുഖങ്ങൾ കണ്ടപ്പോൾ തന്നെ കണ്ണന് മനസ്സിലായി. എല്ലാവർക്കും ഒരേ ഭാവം. താനിപ്പോൾ അവരുടെ മുന്നിലേക്ക് കിടന്നു കൊടുത്താൽ പച്ചയ്ക്ക് തിന്നാനുള്ള അത്രയും ദേഷ്യം. കണ്ണനെ കണ്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. കൈകൊണ്ട് മുടി കോതിയൊതുക്കി അതേ ചിരിയോടെ തന്നെയാണ് അവൻ അകത്തേക്ക് കയറിയതും. ആ നനഞ്ഞ ചിരിയിൽ അവരുടെ മുഖം വീണ്ടും കറുത്തു മങ്ങുന്നത് അവന് മനസ്സിലായി. ഇതുവരെയും നീ കാണിച്ചു കൂട്ടിയത് ഒരു തമാശയാണെന്നാ ഞങ്ങളെല്ലാം കരുതിയത്. അങ്ങനെയല്ലെന്ന് ഇന്നത്തോടെ പൂർണ്ണബോധ്യമായ സ്ഥിതിക്ക് ഇനിയും മൗനം പാലിച്ചിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം തന്നേ പറ്റൂ. പ്രതാപവർമ്മയുടെ വാക്കുകൾക്ക് പോലും വല്ലാത്ത കനം തോന്നി കണ്ണന്. അവൻ അതേ ചിരിയോടെ തന്നെ നെഞ്ചിൽ കൈകെട്ടി ചുവരിൽ ചാരി നിന്നു. കിരണേ, നിന്നോടാണ് ചോദിച്ചത്. അവൻ്റെ നിൽപ്പ് കണ്ടിട്ടുള്ള ദേഷ്യം രവിയുടെ സ്വരത്തിൽ നന്നായി അറിയാം. നിങ്ങൾക്കെല്ലാവർക്കും എന്തോ അറിയണമെന്നല്ലേ ചോദ്യം? അറിയേണ്ടത് എന്താണെന്ന് കൂടി പറയാതെ ഞാനെങ്ങനെ ഉത്തരം പറയാനാണ്? എനിക്ക് മാജിക്കൊന്നും അറിയില്ലല്ലോ. കണ്ണൻ അവരെയെല്ലാം ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞു. രാജിയുടെ മറവിൽ പരിഭവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യയെ കണ്ടപ്പോൾ അവളുടെ ആ മുഖത്തിന് ഒട്ടും ചേരാത്ത പരിഭവം അവനൊന്ന് പൊട്ടിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു. വളരെ പണിപ്പെട്ടാണ് കണ്ണൻ ആ ആഗ്രഹത്തെ ഒതുക്കി പിടിച്ചത്. എന്നിട്ടും അവൻ്റെ അഹങ്കാരത്തിന് വല്ല മാറ്റവും ഉണ്ടോയെന്ന് നോക്കിയേ. സാവിത്രി മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മായി, എനിക്കെതിരെ കൂടിയിരുന്ന് നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഞാനില്ലായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ അത് നിങ്ങൾ എന്നോട് തെളിയിച്ച് പറഞ്ഞു തരാതെ ഞാൻ എങ്ങനെ ഉത്തരം പറയാനാണ്? ഇതിൻ്റെ പേരാണോ അഹങ്കാരം? കണ്ണൻ തിരിച്ചു ചോദിച്ചു. നീ വല്ലാതെ പൊട്ടൻ കളിക്കല്ലേ കിരണേ. എൻ്റെ മോളെ പറഞ്ഞു മയക്കിയെടുത്തിട്ട് നീയിപ്പോൾ ഏതോ ഒരുത്തിക്ക് വേണ്ടി ഇന്നിവിടെ കിടന്ന് വല്ലാതെ തുള്ളിയല്ലോ. അവളേതാണ്ട് മദർ തെരേസയാണെന്നല്ലേ നീ പറഞ്ഞത്? അവള് നിന്റെ ആരാ? എന്താ നീയും അവളും തമ്മിലുള്ള ബന്ധം? കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആര്യയെ പിടിച്ച് മുന്നിലേക്ക് തള്ളിക്കൊണ്ട് രാജി ചോദിച്ചു. കണ്ണൻ്റെ ചിരി മാഞ്ഞു. നിങ്ങളുടെ മകളെ സ്വീകരിച്ചു കൊള്ളാമെന്ന് ഞാൻ നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ വാക്ക് തന്നിട്ടുണ്ടോ? രാജിയുടെ അരികിൽ പോയി നിന്നിട്ട് കണ്ണൻ ചോദിച്ചു. അവൻ്റെ ആ ഭാവത്തിൽ രാജിക്ക് പേടി തോന്നിയിരുന്നു. നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോടി നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്? കണ്ണൻ ആര്യയെ നോക്കി. അവൾ രാജിയെ പേടിയോടെ നോക്കി. ഉണ്ടോടി? കണ്ണൻ്റെ ശബ്ദം ഒന്നുകൂടി ഉയർന്നു. ഇല്ല. ആര്യ വിറച്ചുകൊണ്ട് തലയാട്ടി. അതാണ്. അപ്പോൾ അതിനൊരു തീരുമാനമായില്ലേ? ഇനി ബാക്കിയുള്ളത്. കണ്ണൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കി. ഞാനോ എൻ്റെ പപ്പയോ അമ്മയോ ആരും അങ്ങനെയൊന്നും ഇവിടെ ആർക്കും വാക്ക് തന്നിട്ടില്ല. അനാവശ്യ ചിന്തകൾ കൊണ്ട് കൊട്ടാരം കെട്ടിയത് നിങ്ങളാണ്. അപ്പോൾ അത് തകർന്നു വീണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും നിങ്ങൾക്ക് തന്നെയാണ്. കണ്ണൻ രാജിയെ നോക്കി. ആര്യയെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അവളുണ്ടല്ലോ, നീ ആകാശത്തോളം ഉയരങ്ങളിൽ കൊണ്ടു നടക്കുന്ന ആ സീതാലക്ഷ്മി, അവളെ ഭാര്യയാക്കി കൊണ്ട് ഇവിടെ ജീവിക്കാമെന്ന് പൊന്നുമോൻ സ്വപ്നം പോലും കാണണ്ട. സമ്മതിച്ചു തരില്ല. ഭാമ പല്ല് കടിച്ചുകൊണ്ട് കണ്ണനെ നോക്കി. അതിനെനിക്ക് നിങ്ങളുടെ സമ്മതം വേണ്ടെങ്കിലും. നിങ്ങൾക്കാർക്കും അറിയില്ല സീതാലക്ഷ്മി കിരൺ വർമ്മയ്ക്ക് ആരാണെന്ന്. ഞാനെത്ര അവളെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന്. അവരെയെല്ലാം നോക്കി കണ്ണനത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അത്രയും ആർദ്രമായി പറയുന്നവനെ നോക്കുമ്പോൾ ആര്യയുടെ മുഖം വീണ്ടും വെറുത്തു, അസൂയ കൊണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഞാനും അവളും അന്നായിരിക്കും ആദ്യമായി കണ്ടതല്ലേ? നിങ്ങളൊരിക്കൽ കെണിയിൽ വീഴും മുന്നേ എൻ്റെ മനസ്സിൽ അവളെൻ്റെ പെണ്ണായിരുന്നു എന്ന് പറഞ്ഞാൽ അതും കൂടി സഹിക്കാൻ മനസ്സിന് കരുത്തുണ്ടോ നിങ്ങളിൽ? കണ്ണൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവരെല്ലാം അവനെ പകച്ചു നോക്കി. സത്യത്തിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരമാണ് ചെയ്തു തന്നത്. എൻ്റെ ഇഷ്ടം എങ്ങനെ അറിയിക്കുമെന്നറിയാതെ നിന്നിരുന്ന എനിക്കുള്ള പിടിവള്ളിയാണ് നിങ്ങളിട്ട് തന്നത്. അതിലെനിക്ക് നിങ്ങളോട് വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ. കണ്ണൻ വീണ്ടും ചിരിച്ചു, മനോഹരമായി തന്നെ. ഓ, അപ്പോൾ ഞങ്ങളുടെ ചിലവിൽ നീ വലിയ മിടുക്കനായെന്ന് സാരം അല്ലേ? പ്രതാപിൻ്റെ സ്വരം വീണ്ടും കെടുത്തു.
നിങ്ങൾക്ക് ശരിക്കും കളിക്കാൻ അറിയാത്തത് എൻ്റെ കുറ്റമാണോ വല്യമ്മാവ? എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ പരമാവധി മുതലാക്കി. കണ്ണൻ അയാളെ നോക്കി. എങ്കിൽ നിന്റെ ആ ആഗ്രഹത്തെ നീ എട്ടായി മടക്കി പോക്കറ്റിലിട്ടു. നടക്കില്ലത്, നടത്തില്ല. അറിയില്ല നിനക്ക് ഞങ്ങളെ. രവിവർമ്മ ചൂണ്ടിയ വിരൽ തുമ്പിലേക്ക് കണ്ണൻ വെറുതെയൊന്ന് നോക്കി. നിങ്ങൾക്ക് എന്നെയും ശരിക്കറിയില്ല രവിമാമേ, കണ്ണൻ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, സീതാലക്ഷ്മിയെ കിരൺവർമ്മ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ പെണ്ണായി തന്നെ ജീവിക്കും. വെല്ലുവിളി പോലെ അത് പറഞ്ഞിട്ട് കണ്ണൻ വീണ്ടും ചുറ്റും കണ്ണോടിച്ചു. കടിച്ചു കുടയാനുള്ള ഭാവത്തിലാണ് അവന് ചുറ്റും വിചാരണയ്ക്ക് നിന്നവർ. നീ ഇവിടെ അവളോടൊപ്പം ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. നീ മാത്രം മിടുക്കനായ പോരല്ലോ. സാവിത്രി അവനെ നോക്കി ചുണ്ടുകൂട്ടി. അയ്യോ, അങ്ങനെയൊരു അബദ്ധം ഞാൻ ചെയ്യുവോ അമ്മായി? ദേഷ്യവും പകയും ആക്രാന്തവും മാത്രം അറിയാവുന്ന നിങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ പെണ്ണിനെ കൂട്ടി നിൽക്കില്ലല്ലോ. എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഇത്തിരി കാര്യങ്ങളുണ്ട്. അത് തീരുമ്പോൾ അവളെയും കൂട്ടി ഞാനങ്ങ് പറക്കൂലോ. കൈവിടർത്തി കണ്ണൻ പറയുമ്പോൾ രാജിയുടെ കയ്യിൽ ആര്യയുടെ പിടി മുറുകി. നടക്കില്ല കിരണേ, വീണ്ടും രവി അവനെ ഭീഷണിപ്പെടുത്തി. നടത്തി കാണിച്ചു തരും ഞാൻ. ഇവിടെ ഒരാളും നിനക്കൊപ്പം ഉണ്ടാകില്ല. അല്ലെങ്കിലും ഇവിടെ ആരാണ് എനിക്കൊപ്പമുള്ളത്? വളർന്ന് വരുന്നവരിലേക്ക് കൂടി നിങ്ങൾ വിഷം കുത്തി നിറക്കുമല്ലേ. എനിക്കാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. കണ്ണൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൾ നിനക്ക് ചേരില്ല മോനെ, അതുകൊണ്ടല്ലേ. ഭാമയത് പറയുമ്പോൾ കണ്ണൻ പിടിവിട്ട് ഉറക്കെ ചിരിച്ചുപോയി. അവളെ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിനക്ക് എത്ര മുറപ്പെണ്ണുങ്ങളുണ്ട്. അവരെ ആരെ വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാലോ. ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി സാവിത്രിയും ഭാമയും പിന്തുണച്ചു. എനിക്കാ സീതാലക്ഷ്മിയെ മതിയെന്നേ. കണ്ണൻ കൈകെട്ടി നിന്നിട്ട് അവരെ നോക്കി. അത് നടക്കില്ലെന്ന് ഇത്രയും നേരം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേടാ? രാജി അവൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് ചോദിച്ചു. നടത്തി കാണിക്കാമെന്ന് ഞാനും പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അവൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് നമുക്ക് ചിലരെ മനസ്സിലാക്കാൻ കൂടിയാണ്. നിങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ ശരിക്കും അറിയാം. ഇനി അങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും കളിക്കാൻ സാധ്യതയുള്ള നാറിയ കളികളിലൊന്നും എന്നോടുള്ള സ്നേഹമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അവൻ്റെ മുഖവും ദേഷ്യത്തിലാണ് അത് പറയുമ്പോൾ. തുരത്തി ഓടിക്കാൻ നിങ്ങൾക്ക് ആവേശം കൂടുന്തോറും പിടിച്ചു നിൽക്കാനുള്ള എൻ്റെ വാശിയും കൂടും. നേടാനുള്ളത് നേടിയിട്ടേ കിരൺ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്കെതിരെ എന്ത് കളിക്കും ഇറങ്ങും മുൻപേ ആ ഓർമ്മയുണ്ടാകണം എല്ലാവർക്കും. അവൻ ചൂണ്ടിയ വിരലിലേക്ക് അവരെല്ലാം പകച്ചു നോക്കി. നിങ്ങളുടെ മനസ്സിലിപ്പോഴെന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. എന്നോടുള്ളത് എന്നോട് മാത്രം തീർക്കണം. സീതാലക്ഷ്മിയുടെ നേരെ നിങ്ങളിൽ ഒരാളുടെ നോട്ടം പോലും ചെന്ന് നിൽക്കരുത്, മറക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. ഒരക്ഷരം പോലും പറയാനില്ലാതെ അവരെല്ലാം അതേ നിൽപ്പ് തുടർന്നു. റൂമിലേക്ക് പോകുന്നതിന് മുൻപേ കണ്ണൻ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് നടന്നത്. വാതിൽ തുറന്നു കയറിയപ്പോൾ അവന് സീതയെ ഓർമ്മ വന്നു. എന്തേ ഇത്രയും വൈകിയത്? അരികിൽ വന്നിരുന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുന്ന കണ്ണനോട് മുത്തശ്ശി ചോദിച്ചു. ഒന്നുമില്ല, അവൻ കണ്ണടച്ച് കാണിച്ചു. എന്താടാ, എന്താ നിന്റെ മുഖം വല്ലാതെ? മുത്തശ്ശി അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലാന്നേ. അവൻ പതിയെ അവരുടെ അരികിൽ കിടന്നു. മനസ്സിൽ കിടന്ന് വിങ്ങുന്നതൊന്നും അവരോട് പറയാൻ അവന് തോന്നിയില്ല. വെറുതെ അവരെ കൂടി സങ്കടപ്പെടുത്തണ്ടല്ലോ. അവള് നന്നായി എടുത്തിട്ട് പെരുമാറിയോ കണ്ണാ? മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവനും ചിരിച്ചുവെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. മുറിയിൽ പോയി കിടക്ക് മോനെ, നിനക്ക് കൂടി പനി പകരും. സ്നേഹത്തോടെ മുത്തശ്ശി പറഞ്ഞിട്ടും കണ്ണൻ ഒന്നുകൂടി അവരോട് ചേർന്ന് കിടന്നു. അങ്ങനൊരു ചേർത്ത് പിടിക്കൽ അപ്പോഴവന് അത്രയും അത്യാവശ്യമായിരുന്നു. എന്തേടി ഇത്രയും വൈകിയത്? മഴയത്ത് നിന്നും ഓടിക്കയറി വരുന്ന സീതയോട് ഒട്ടും ക്ഷമയില്ലാത്തതുപോലെ പാർവതി ചോദിച്ചു. മുത്തശ്ശിക്ക് വയ്യടി ചേച്ചി, ചുരിദാർ ഷോള് കൊണ്ട് തല തുടച്ച് സീത പറഞ്ഞു. കയറി വാ ഹരി, ആ മഴയത്ത് നിൽക്കാതെ. മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഹരിയെ നോക്കി സീത പറഞ്ഞു. ഇല്ലടി, ഇനി കയറുന്നില്ല. ഒന്നാമതേ നനഞ്ഞു, ഇനി പോവാൻ നോക്കട്ടെ. ഹരി കൈകൊണ്ട് തലമുടിയൊന്ന് ചീകിക്കൊണ്ട് പറഞ്ഞു. മഴ തോർന്നിട്ട് പോവാടാ, പാർവതിയും പറഞ്ഞു. ഇവിടെ 2 നിയമമുണ്ടോ എല്ലാവർക്കും? പിന്നിൽ നിന്നും അർജുൻ്റെ കൂർത്ത ചോദ്യം കേട്ടാണ് എന്തോ പറയാൻ വന്നതിനിടെ ഹരി തിരിഞ്ഞു നോക്കിയത്. സീതയുടെയും പാർവതിയുടെയും നോട്ടം അർജുനിൽ തടഞ്ഞു നിന്നിരുന്നു. അതെന്താ അർജുൻ നീ അങ്ങനെ പറഞ്ഞത്? അതേ ഭാവത്തിൽ ചോദിച്ചുകൊണ്ടാണ് ഹരി അവനരികിലേക്ക് ചെന്നത്. അല്ല, ഞാനൊന്നിത്തിരി നേരം വൈകിയ അതീ പഞ്ചായത്ത് മുഴുവനും വിളിച്ചു പറഞ്ഞ് നടക്കും. പോരാത്തതിന് കഴിക്കാൻ തരുന്നതിൻ്റെ കണക്ക് വേറെയും കേൾക്കണം. ഇതിപ്പോ സമയം 8 കഴിഞ്ഞു. ആർക്കും ഒരു പരാതിയുമില്ലല്ലോ, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു.
അവള് നിന്നെപ്പോലെ കവലയിൽ നിരങ്ങാനല്ലടാ പോകുന്നത്. അറിയാതെ തന്നെ ഹരിയുടെ ശബ്ദമുയർന്നു. ജോലിക്ക് തന്നെയാണ് പോകുന്നത് എന്നതിന് അത്ര ഉറപ്പൊന്നുമില്ലല്ലോ. സീതയെ നോക്കി അർജുൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഹരിയുടെ കൈകൾ അവനിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു.